ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് പൊതുപരീക്ഷ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2025 ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫിഖുൽ ഇസ്ലാം, ഫിഖുൽ ഇസ്ലാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ്. നമ്മളിപ്പോൾ മുമ്പത്തെ ചോദ്യപേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മോഡൽ ചോദ്യപേപ്പറും പൊതുപരീക്ഷ നടത്തിയതിൻ്റെ ചോദ്യപേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ അത് ലഭിക്കാത്തവരൊന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ചിലപ്പം വീഡിയോ കമൻറ്റ് ഓഫായിരിക്കും, അത് യൂട്യൂബ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 82 89 89 29 85 ആ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. കോളത്ത് ശരിയടപ്പെടുത്താനാണ്. ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ്. ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഒരാൾക്ക് ഒരു സ്വാഗ്, അത് 4 മുദ്ദാണ്. ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്, മനസ്സിലാക്കാം. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. 200 മില്ലി ലിറ്റർ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. അങ്ങനെയുള്ള 4 മുദ്ദുകളാണ് ഒരു സ്വാഗ്, മനസ്സിലാക്കുക. അടുത്തെന്താ? സ്വർണത്തിൻ്റെ നിസാബ് എത്രയാണ്? സ്വർണത്തിൻ്റെ നിസാബ് 85 ഗ്രാം. 85 ഗ്രാമാണ്. വെള്ളിയുടേത് 595 ഗ്രാമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. 20 മിസ്കാലും 200 ദിർഹവുമാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം, 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം. വെള്ളിയുടെ നിസാബും സ്വർണത്തിൻ്റെ നിസാബും അതും കൂടി മനസ്സിലാക്കാം. അടുത്ത എന്താണ്? യൗമുൽ മിഅറാജ്. യൗമുൽ മിഅറാജ് എന്നാണ്? മിഅറാജ് രാവ് റജബ് 27-നാണ് യൗമുൽ മിഅറാജ്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് അറഫാ ദിനം. അറഫാ ദിനം എന്നാണ്? അറഫയിൽ സംഗമിക്കുന്നത് ദുൽഹിജ്ജ 9-ന്. ദുൽഹിജ്ജ 9-നാണ് അറഫ ദിനം, മനസ്സിലാക്കുക. ഹാദിമുൽ ലദാത്തിൽ മൗത്ത്. ഹാദിമുൽ ലദാത്തിൽ മൗത്ത്. അക്സിറു ദിക്ര ഹാദിമുൽ ലദാത്തിൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അടുത്തതെന്താ? സഴി തുടങ്ങേണ്ടത് എവിടെ നിന്ന്? സൊഫായിൽ നിന്നാണ് സഴി തുടങ്ങേണ്ടത്. മറവയിലാണ് സഴി അവസാനിപ്പിക്കേണ്ടത്. അടുത്തതിന് മാച്ച് ചെയ്യാനാണ്. താഷ്വാഗ്. താഷ്വാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? താസ്യ മുഹറം 9. അപ്പോൾ അതാണ് താഷ്വാഗ്. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത മിനായിൽ രാപ്പാർക്കൽ. മിനായിൽ രാപ്പാർക്കൽ എന്താണ്? ദുൽഹിജ്ജ 9-ന്. ദുൽഹിജ്ജ 9-നാണ് മിനായിൽ രാപ്പാർക്കൽ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത് മുസ്ദലിഫയിൽ രാപ്പാർക്കൽ. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ദുൽഹിജ്ജ 10-ാം രാവിനാണ്. മുസ്ദലിഫയിലേക്ക് 10-ാം രാവിന് പോയി അവിടെ രാപ്പാർക്കം, പാതിരാത്രിക്ക് ശേഷം അല്പം രാപ്പാർക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തതാ നിക്കാഹിൻ്റെ റുക്കിനുകൾ. നിക്കാഹിൻ്റെ റുക്കിനുകൾ 6 6 അപ്പോൾ അതിൻ്റെ സി എഴുതാം. അടുത്തത് എന്താണ്? വെള്ളിയുടെ നിസാബ്. വെള്ളിയുടെ നിസാബാണ് 595 ഗ്രാം. അപ്പോൾ അതിൻ്റെ ഇ എന്ന ഓപ്ഷനാണ് അതിന് വരിക. അപ്പോൾ അവിടെ ഓപ്ഷൻ ഇത് മാറിയതാണ്. അപ്പോൾ മനസ്സിലാക്കട്ടാ. ഇ 595 അതിൻ്റെ നേരെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കണം. സ്വർണം വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് എന്ത്? കറൻസി. കറൻസി. സ്വർണം വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് കറൻസി. അടുത്തത് ഫിത്ർ സക്കാത്ത് ഡാഷിൻ്റെ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്രി സക്കാത്തുൽ ബദനി. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും.
4 മുദ് 3,200 മില്ലി ലിറ്ററാണ്. റമദാനിൽ ഉംറ ഡാഷിന് സമാനമാണ്. റമദാനിലെ ഉംറ ഹജ്ജിന് സമാനമാണ്. മനസ്സിലാക്കുക. അടുത്തത് നവൈത്തുൽ ഉംറത്ത വഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഉംറയുടെ നിയ്യത്ത്, ഉംറക്ക് ഇഹ്റാം ചെയ്യുന്ന നിയ്യത്ത് മനസ്സിലാക്കട്ടോ. അതുപോലെ ഹജ്ജിൻ്റെതും മനസ്സിലാക്കുക. നവൈത്തുൽ ഹജ്ജ വഹ്റംതു ബിഹാ ലില്ലാഹി തആല. അടുത്ത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അമുസ്ലിമിന് മുസഫ് വിൽക്കൽ എന്താണ്? അമുസ്ലിമിന് മുസഫ് വിൽക്കൽ ഹറാമാണ്. അടുത്തത് ഈജാബും കബൂലുമില്ലാത്ത മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന ഹലാലാണ്, അത് അനുവദനീയമാണ്. ഈജാബും കബൂലുമില്ലാത്ത ചില്ലറ വിൽപ്പനകൾ ഹലാലാണ്, അനുവദനീയമാണ്. പണയം വക്കൽ ഹറാമാണ്, പലിശ വരും, അത് ഹറാമാണ്. ധൂർത്തടിക്കലിൻ്റെ വിധി എന്താണ്? ധൂർത്തടിക്കൽ ഹറാമാണ്, ധൂർത്തടിക്കൽ ഹറാമാണ്. അടുത്തത് എന്താണ്? അയ്യിമുൻ എന്നതിൻ്റെ അയ്യാമുൻ അവിവാഹിത എന്നാണ് അർത്ഥം വരുന്നത്. അതിൽ തന്നെ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലാണ്. ലുഅത്തുൽ ഉമ്മി എന്നതിൻ്റെ അർത്ഥം എന്താണ്? മാതൃഭാഷ എന്നാണ്. ലുഅത്തു ഉമ്മി മാതൃഭാഷ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. വഖഫ് എന്നാൽ എന്താണ്? നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. അടുത്തത് നേർച്ച എന്നാൽ എന്താണ്? സുന്നത്തോ ഫർള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച മനസ്സിലാക്കുക. അടുത്തതാണ് കച്ചവടത്തിൻ്റെ റുക്കുനുകളിൽ നിന്ന് 4 എണ്ണം എഴുതുക. കച്ചവടത്തിൻ്റെ റുക്കുനുകൾ 6 എണ്ണം പറഞ്ഞിരുന്നു, അതിൽ നിന്ന് 4 എണ്ണം എഴുതുക. എന്തൊക്കെയാണ്? വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, കബൂല് എന്നിവയാണ് കച്ചവടത്തിൻ്റെ റുക്കുനുകൾ. അപ്പോൾ അത് 4 എണ്ണം എഴുതുക മനസ്സിലാക്കുക. അടുത്ത് വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതായിരിക്കണം? വിൽക്കുന്ന വസ്തു വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. വിൽക്കുന്ന വസ്തു വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം മനസ്സിലാക്കുക. അടുത്തത് മസ്ജിദ് നബവിയിലെ സ്വർഗത്തോപ്പ് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറക്കും ഇടയിലുള്ള സ്ഥലമാണ് സ്വർഗത്തോപ്പ്. സ്വർഗീയ ഭുവനത്തിൽ വെച്ച് നിസ്കരിക്കുന്നത് ആരെങ്കിലും സന്തോഷിക്കുന്നുവെങ്കിൽ ഇവിടെ വെച്ച് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അടുത്തതാണ് മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിൻ്റെ മഹത്വം എഴുതുക. മസ്ജിദ് നബവിയിലെ എന്താണ്? നിസ്കാരത്തിന് 1000 മടങ്ങ് ശ്രേഷ്ഠതയാണുള്ളത്. മസ്ജിദ് നബവിയിൽ 1000 മടങ്ങ് ശ്രേഷ്ഠതയാണ്. മസ്ജിദുൽ ഹറാമിൽ 1,00,000 പ്രതിഫലമുണ്ട് മസ്ജിദുൽ ഹറാമിൽ. അതുപോലെ മസ്ജിദുൽ ഖുബായിൽ വെച്ചുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറക്ക് തുല്യമാണ്. മസ്ജിദുൽ ഖുബായിലെ 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറക്ക് തുല്യമാണ്. മസ്ജിദുൽ കിബില മാറ്റം സംഭവിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ നിസ്കാരത്തിൽ 2 കിബിലയിലേക്ക് തിരിഞ്ഞ മസ്ജിദാണ് മസ്ജിദുൽ കിബിലത്തൈൻ. പിന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഇജാബ ആദ്യ ജുമാ നടന്നത് മസ്ജിദുൽ ജുമുഅ. മസ്ജിദുൽ അരീസ് ബദറിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധവേളയിൽ ടെൻ്റ് കെട്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ് മസ്ജിദുൽ അരീസ്. അപ്പോൾ അതൊക്കെ സ്ഥലങ്ങളൊക്കെ ടിക്ക് ചെയ്യാനോ മാച്ച് ചെയ്യാനൊക്കെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അടുത്തതെന്താണ്?
അള്ളാഹു താലയുടെ മാർഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? എന്താണ് അള്ളാഹു താലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ആരെങ്കിലും അള്ളാഹു താലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു താല അകറ്റും. മനസ്സിലാക്കി പഠിക്കുക. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന്, നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. സുന്നത്ത് നോമ്പുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഏതൊക്കെ ദിവസമാണ് എന്നൊക്കെയാണെന്നുള്ളത്. സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം? സക്കാത്തിൻ്റെ അവകാശികൾ 8 പേരാണ്. ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് സക്കാത്തിൻ്റെ അവകാശികൾ. സക്കാത്ത് നിർബന്ധമുള്ള ഇനങ്ങൾ: സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവ സക്കാത്ത് നിർബന്ധമാകുന്ന ഇനങ്ങൾ. അതും 8 ആണ്. സക്കാത്തിൻ്റെ നിർബന്ധമുള്ള ഇനങ്ങൾ 8, അവകാശികളും 8. സക്കാത്ത് നിർബന്ധമാകും അതിൻ്റെ നിസാബ് എത്തിയാൽ. എന്താണ് നിസാബ്? സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. മാച്ച് ചെയ്യാനും ടിക്ക് ചെയ്യാനൊക്കെ വരും. സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷ എന്താണ്? അവരുടെ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കപ്പെടും. എന്നിട്ട് അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലൊക്കെ അതുകൊണ്ട് ചൂടാക്കപ്പെടും. സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ്? സക്കാത്ത് നൽകുന്നവർ പരലോകത്ത് വലിയ ഗുണം കിട്ടും. സക്കാത്ത് നൽകുന്നവർക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും. പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ്? സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. ഇരട്ടി സമ്പാദിക്കുന്നവരാണ് ആര്? സക്കാത്ത് നൽകുന്നവർ. സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്, അത് പിന്തിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അവകാശമാണ് എന്ത്? സക്കാത്ത്. ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. അതാണ് ഇതിൽ 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2ാമത്തെ ചാപ്റ്ററിൽ. എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും, 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും, 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു വസിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനക്കിഹി മിനൽ ഹത്തായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഹൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഹൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഹൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നതി വമിൻ അദാബിൻ നാർ എന്ന ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. അപ്പോൾ ഇവിടെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപത്തിൽ നമ്മൾ അത്രയും ദുആ മുഴുവനും എഴുതണ്ട. 3-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന ദുആവും 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം എന്ന് എഴുതി അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അടുത്ത മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ ആണ് വരുന്നത് നമുക്ക് എഴുതാൻ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞത് എഴുതാം. മയ്യിത്ത് മറവ് ചെയ്യേണ്ട രൂപത്തെക്കുറിച്ചിട്ട് ഇതേപോലെ 5 വരെ കുറയാതെ എഴുതാൻ വന്ന് നമുക്ക് എന്ത് എഴുതാം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുക. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം. മയ്യിത്ത് ഖബറിൽ കിടത്തേണ്ടത് എങ്ങനെ? ചോദ്യം വന്നാൽ എന്ത് ചെയ്താം? മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തി കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. അങ്ങനെയാണ് മയ്യിത്ത് ഖബറിൽ കിടത്തേണ്ട രൂപം. 5 വരി എഴുതുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. ശേഷം മൂടുകല്ല് വെക്കുക. മിൻഹ ഖലഖ്നാകും വഫീഹ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് 3 തവണ മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലുക. 1-ാം തവണ മണ്ണ് വാരിയിടുമ്പോൾ മിൻഹ ഖലഖ്നാകും, 2-ാം തവണ മണ്ണ് വാരിയിടുമ്പോൾ വഫീഹ നുഈദുകും, 3-ാം തവണ മണ്ണ് വാരിയിടുമ്പോൾ വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് ചൊല്ലണം. ഒക്കെ ചേർത്ത് എഴുതുക. പിന്നെ മയ്യിത്തിന് തൽക്കീനും തസ്ബീത്തും ചൊല്ലിക്കൊടുക്കുക.
മറവ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ത്? മയ്യത്തിന് തൽക്കീനും തസ്ബീത്തും ചൊല്ലിക്കൊടുക്കുക. ഒക്കെ ചോദ്യമായിട്ട് വന്നാൽ അങ്ങനെയൊക്കെ എഴുതുക. അപ്പോൾ തൽക്കീനും തസ്ബീത്തൊക്കെ പഠിക്കുക. തജ്വീദിൻ്റെ അവസാനത്തിൽ വരുന്നുണ്ട്. ഖുർആൻ എക്സാമിനേക്കൊക്കെ അത് ഹിഫ്ലായിട്ട് പറഞ്ഞു കൊടുക്കാനും വിട്ട ഭാഗം പൂരിപ്പിക്കാനും ഫിഖ് എക്സാമിനൊക്കെ വരും. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. മയ്യത്തിനെ അനുഗമിക്കുകയും നിസ്കാരത്തിന് മറവ് ചെയ്യാൻ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. 2 ഖീറാത്ത് പറഞ്ഞാൽ ഉഹുദ് മലയോളം പ്രതിഫലമാണ്. 2 ഉഹുദ് മലയോളം പ്രതിഫലം ലഭിക്കും. അതാണ് 2 ഖീറാത്ത്. 1 ഉഹുദ് മലയോളം പ്രതിഫലമാണ് 1 ഖീറാത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. പിന്നെ സുന്നത്ത് നോമ്പുകളെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വരാം. സുന്നത്ത് നോമ്പുകൾ അയ്യാമു സൂദ്, അയ്യാമുൽ ബീള്, അറഫ നോമ്പനുഷ്ഠിച്ചാലുള്ള ശ്രേഷ്ഠത, ആശുറ നോമ്പനുഷ്ഠിച്ചാലുള്ള ശ്രേഷ്ഠത, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. സക്കാത്തുൽ ഫിത്തിരി അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അത് മനസ്സിലാക്കി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നോമ്പിലുള്ള തെറ്റുകളും അനാവശ്യങ്ങളും അത് ശുദ്ധീകരിക്കും. ഏത്? ഫിത്ർ സക്കാത്ത്. അത് പാവങ്ങളുടെ ഭക്ഷണമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.